ഹായ് കൂട്ടുകാരെ, ഞാനിന്ന് സ്റ്റാർ ഫ്രൂട്ടിൻ്റെ അച്ചാറിടാൻ പോവാണ്. അച്ചാറെന്ന് പറയുമ്പോൾ നമ്മൾ ഈ നാരങ്ങയൊക്കെ വെള്ള അച്ചാർ ഇടത്തില്ലേ, അതുപോലെ നമ്മൾ ഈ ചില്ലി പൗഡറൊന്നും ഇടാതെ കുറച്ച് കാന്താരി മുളക് ഇരുന്നു കേട്ടോ. അപ്പം അത് 2 മാസം ആയതാണ്. അതുപോലെ 2 മാസം ആയ സ്റ്റാർ ഫ്രൂട്ടും ആണേ. അപ്പം അത് ഞാൻ ഫ്രീസറിൽ വെച്ചിരുന്നതാണ് ഈ 2 സാധനങ്ങളും. അപ്പം അതെല്ലാം ഒരുമാതിരി ആവാൻ തുടങ്ങി. അപ്പം ഞാൻ ഓർത്തു അതൊന്ന് അച്ചാറിട്ട് വയ്ക്കാം. ആദ്യം ഓർത്തു ഉപ്പിലിട്ട് വയ്ക്കാം എന്ന് വിചാരിച്ചു. പിന്നെ ഓർത്തു അച്ചാർ തന്നെ ഇട്ട് വയ്ക്കാം. അച്ചുവിന് ഭയങ്കര ഇഷ്ടമാണ് അച്ചാറൊക്കെ, അവൾ കൂട്ടിക്കോളും. അങ്ങനെ അച്ചാറിടാൻ തുടങ്ങുവാണ് കേട്ടോ. അപ്പം നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് ഒരു പാൻ എടുത്തു. ഇങ്ങനെ നല്ലെണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായിട്ട് നമുക്ക് കടുക് ഇടാമേ. ഞാൻ സിമ്മിൽ വെച്ചിട്ടാണ് ഇതിട്ട്, എന്നിട്ടും അങ്ങ് പൊട്ടിത്തെറിക്കുമായിരുന്നു കേട്ടോ. അച്ചു ക്യാമറയും കൊണ്ട് ഓടി, അത്ര പൊട്ടിത്തെറിയായിരുന്നു. എന്നിട്ട് ഈ വെളുത്തുള്ളി ഇങ്ങനെ തന്നെ തൊലി കളഞ്ഞ് വെച്ചിരുന്നതാണ് കേട്ടോ. എല്ലാം ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത്. അതൊരു പരുവാകുമ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ആക്കിയെടുക്കും. അതാണ് എൻ്റെ ഒരു രീതി. അപ്പം വെളുത്തുള്ളിയുടെ കൂടെ തന്നെ നമുക്ക് ഇഞ്ചിയും കൂടെ ഇടാം. കുറച്ച് കറിവേപ്പില ഇടാം. 2 തണ്ട് കറിവേപ്പില ഉണ്ട്, എല്ലാം കൂടെ ഒട്ടിയിരിക്കുക. എന്നിട്ട് ഈ കാന്താരി മുളകും എൻ്റെ കയ്യിൽ ഇരുന്നതാണ് കേട്ടോ. 2 മാസം ആയതാണ് അതും. അതാണ് ഈ പരുവത്തിൽ ഇരിക്കുന്നത്. അപ്പം നമ്മൾ ഇതൊക്കെ എടുത്ത് കളയും അല്ലേ, ഇച്ചിരി ഒന്ന് ചീത്തയായ ഉടനെ എടുത്ത് കളയും. അപ്പം അതിൻ്റെ തണ്ടൊക്കെ ഉള്ളായിരുന്നു ചുക്കിപ്പോയത്. അപ്പം അതെല്ലാം മാറ്റി നല്ലതുപോലെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഇതിൽ നമുക്ക് ഉപ്പിടണമല്ലോ. ഉപ്പിടാം. കല്ലുപ്പാണ് ഇടുന്നത്. ഇതെല്ലാം കഴുകിയെടുത്തതാണ്, അതുകൊണ്ട് അതിൽ വെള്ളമൊക്കെ ഒന്ന് പോട്ടെ കേട്ടോ. കണ്ടോ, കറിവേപ്പിലെല്ലാം ഇതിൻ്റെ അകത്തിരിക്കുക. എന്നിട്ട് ഇത് എൻ്റെ ഇരുന്ന സ്റ്റാർ ഫ്രൂട്ട് ഞാൻ ഫ്രീസറിൽ വെച്ചിരുന്നതാണ് കേട്ടോ. ഫ്രീസറിൽ വെച്ച് കഴിയുമ്പോൾ തന്നെ അതൊരു ബുദ്ധിമുട്ടാന്നാവും അല്ലേ, അങ്ങനെ ആയിപ്പോയെന്നേ ഉള്ളൂ. നല്ല ഇതാണ് കേട്ടോ. ഞങ്ങൾ കഴിച്ചു നോക്കി, നല്ല സാധനമാണ്. ഇങ്ങനെ സ്റ്റാർ ഫ്രൂട്ടൊക്കെ കിട്ടിയാലും ഉടനെ ചെയ്തില്ലെങ്കിലും മുന്നിലത്തെ ടീച്ചർ തന്നതാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഫ്രീസറിലെടുത്ത് വെച്ചിട്ട് സമയം പോലെ ഉപയോഗിക്കാം. ഇതിങ്ങനെ നല്ലതുപോലെ വഴറ്റി 1 ടീസ്പൂൺ ഉലുവാപ്പൊടി ഇട്ടു, 1 ടീസ്പൂൺ കായപ്പൊടിയും ഇട്ടു. അതിൻ്റെ അത് ജ്യൂസൊക്കെ ഒന്ന് വറ്റാൻ വേണ്ടിയാണ് ഞാൻ വലിയ തീയിൽ വെച്ചത് കേട്ടോ. പ്രത്യേകം ഓർക്കുക, പച്ചയ്ക്ക് കിട്ടുമ്പോഴേ നിങ്ങൾ ചെയ്യുക. ഇതും കുഴപ്പമൊന്നുമില്ല, പക്ഷെ അതാകുമ്പോൾ നമുക്ക് അത് കടിക്കാൻ കിട്ടും അല്ലേ. പിന്നെ നമുക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ച് നല്ലതുപോലെ ഇളക്കി സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യാം. എല്ലാം ഏകദേശം 2 മാസം പഴക്കമുള്ള സാധനങ്ങൾ ഇട്ടൊരു അച്ചാറുണ്ടാക്കിയതാണ് കേട്ടോ. അത് ഇങ്ങനെ ചീത്തയാവാൻ പോകുമ്പോഴത്തേക്ക് നമ്മൾ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി വെച്ചിരുന്നാൽ അതവിടെ നല്ലതായിട്ട് ഇരുന്നോളും. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചോറിൻ്റെ കൂടെ കൂട്ടാം കേട്ടോ. അതിന് വേണ്ടിയാണ് ഇത് ഉണ്ടാക്കിയത്. ഇനിയും 1 മാസമൊക്കെ കഴിഞ്ഞേ ഞാൻ എടുത്ത് കഴിക്കത്തുള്ളൂ. അപ്പോഴത്തേക്ക് അത് അലിഞ്ഞ് നല്ലതായിട്ട് ഇരിക്കത്തുള്ളൂ കേട്ടോ.
എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. താങ്ക്